നമ്മുടെ ഏതൊരവസ്ഥയിലും ദൈവത്തോട് സ്ഥിരതയുള്ളൊരു വിശ്വാസം, സ്ഥിരതയുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. സ്ഥിരതയോടെ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ, സ്ഥിരതയോടെ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, അവിടുന്ന് തൻ്റെ സമാധാനം നൽകി നമ്മെ കാക്കുമെന്ന് തിരുവെഴുത്തിൽ പറയുന്നു. എത്ര വലിയ കായിക താരമാണെങ്കിൽ പോലും അവർ ഫോമിലല്ല എങ്കിൽ, അഥവാ സ്ഥിരതയില്ല എങ്കിൽ അവരെ ആ ടീമിൽ നിന്ന് മാറ്റി നിർത്തും. എന്നതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ സ്ഥിരതയുള്ളവരാകണം. ആത്മീയ ജീവിതത്തിന്റെ ആരംഭ നാൾ മുതൽ നമ്മുടെ അവസാന ശ്വാസം വരെ സ്ഥിരതയോടെ നിൽക്കുന്നവരാകണം. ഇളക്കമില്ലാത്തവരായി മുന്നേറുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും, വിശ്വാസത്തിൽ ഇളക്കമില്ലാത്തവരായി, വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് പിശാചിനോട്, വിഷയങ്ങളോട്, പ്രതികൂലങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരായി നമ്മൾ മാറണം. സുഖമുള്ള കാലത്തും ദുഃഖത്തിന്റെ വേളകളിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും കർത്താവിൽ സ്ഥിരമായി മനസ്സ് വെക്കാൻ തയ്യാറായാൽ, കർത്താവിൽ സ്ഥിരമായി ആശ്രയിക്കാൻ തയ്യാറായാൽ, അവിടുന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി അവനിൽ ഉറപ്പിച്ചാൽ അവിടുന്ന് തൻ്റെ സമാധാനത്തിന്റെ തികവിൽ നിങ്ങളെ സംരക്ഷിക്കും.